ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മളുടെ ദൈവം യേശുക്രിസ്തു നമ്മൾ വളരെയധികം സ്നേഹിക്കുന്നു. നമ്മളുടെ ജീവിതം പ്രോസ്പെരിറ്റിയിലായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം. നമ്മുടെ ആത്മാവ് പ്രോസ്പെറസ് ആവുന്നില്ല, അഭിവൃദ്ധിപ്പെടുന്ന പോലെ തന്നെ നമ്മുടെ ആരോഗ്യവും, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം, നമ്മുടെ കുടുംബത്തിന്റെ കാര്യവും, അല്ലെ നമ്മുടെ എല്ലാം തന്നെ, നമ്മുടെ ഫൈനാൻസും എല്ലാം അല്ലെ പ്രോസ്പെറസ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മൾ ചോദിച്ചാൽ മതി, നമ്മുടെ ദൈവം തരും. നമ്മൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കുന്ന ദൈവം അല്ലെ. നമ്മളെ എന്താ പറയണേ, ഉപേക്ഷിച്ച് കളയാത്ത ദൈവം. ആദ്യം ദൈവത്തിന്റെ രാജ്യവും അവന്റെ നീതി അന്വേഷിപ്പിൻ, ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് തരുമെന്ന് പറഞ്ഞിരിക്കുന്ന ദൈവം അല്ലെ. അപ്പോൾ നമ്മൾക്ക് ദൈവത്തില് വിശ്വാസം വേണം. വിശ്വാസമില്ലാതെ ദൈവത്തെ നമുക്ക് ഒരിക്കൽ പോലും പ്രീതിപ്പെടുത്താൻ സാധിക്കത്തില്ല. അതോടൊപ്പം തന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ വിശ്വാസം അത് നമുക്ക് ദൈവത്തിൽ നിന്ന് വെറുതെ കാര്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടി മാത്രം ആയിരിക്കരുത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ളൊരു വിശ്വാസം അത് വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള, അപകടകരമായിട്ടുള്ളൊരു വിശ്വാസമാണ്. അത് നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ട് പോകത്തുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ വെറും ഒരു ATM മെഷീൻ പോലെ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, കുറെ മണി കിട്ടാനുള്ള കാര്യമായിട്ട്, അല്ലെങ്കിൽ ഒരു വെൻഡിങ് മെഷീൻ പോലെ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ദൈവമായിട്ട് ഒരു അടുപ്പവും ഉണ്ടായിരിക്കത്തില്ല അല്ലെ. നമ്മൾക്ക് നമ്മളെ ദൈവമായിട്ട് അടുപ്പിക്കുന്നതായിരിക്കണം നമ്മുടെ വിശ്വാസം. നമ്മളെ ദൈവത്തിന്റെ ഹൃദയത്തിലേക്ക്, യേശുവിന്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കണം നമ്മുടെ വിശ്വാസം. ദൈവത്തെ കാണുക എന്നുള്ളതായിരിക്കണം നമ്മുടെ വിശ്വാസം. ദൈവത്തിന്റെ ഒപ്പമായിരിക്കുക, ദൈവത്തിന്റെ ഒപ്പം നടക്കുക, ദൈവത്തിന്റെ വഴിയിലായിരിക്കുക അല്ലെ. ദൈവത്തിന്റെ കമാൻഡ്മെന്റ്സ് നമ്മളെ ജയിപ്പിക്കുന്നതായിരിക്കണം നമ്മുടെ വിശ്വാസം. അല്ലാതെ നമ്മുടെ നേട്ടത്തിന് മാത്രമായിട്ടുള്ള വിശ്വാസം ആണെങ്കിൽ ആ വിശ്വാസം നമ്മൾക്ക് ഒരു കാലത്തും നന്മയ്ക്കായിട്ട് തീരത്തില്ല. അതാണ് ഇന്നത്തെ ടോപ്പിക്ക്. മുമ്പോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചതിന് ശേഷം സംസാരിക്കാം. കർത്താവേ, ഈ സമയത്ത് നന്ദി. അങ്ങയുടെ സ്നേഹം പോലൊരു സ്നേഹമില്ല കർത്താവേ. ഞങ്ങൾ ഒരിക്കൽ പോലും ഉപേക്ഷിച്ച് കളയത്തില്ല എന്നുള്ളത് അങ്ങയുടെ വാക്കാണ്. ഞങ്ങൾ ഒരിക്കൽ പോലും ഉപേക്ഷിച്ച് കളയത്തില്ല. ഞങ്ങളുടെ പിതാവാണ് അങ്ങ് കർത്താവേ, ഞങ്ങളുടെ അച്ഛനാണ് അങ്ങ് കർത്താവേ. ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവം കർത്താവേ. ഞങ്ങൾക്ക് ഫെയ്ത്ത് തണ്ടെന്ന് അപേക്ഷിക്കുക. ഫെയ്ത്ത് അങ്ങയിലേക്ക് കൊണ്ടുവരാൻ, ഞങ്ങളെ വരുത്താനുള്ള ഫെയ്ത്ത് കർത്താവേ. ഞങ്ങൾക്ക് അങ്ങയിലായിരിക്കാനുള്ള ഫെയ്ത്ത് കർത്താവ്. ലോർഡ് ഫാദർ ഗോഡ്, അങ്ങനെ ഒരു ATM മെഷീൻ പോലെ കാണാനുള്ള മനസ്സ് ഞങ്ങൾക്ക് ഉണ്ടാകാതിരിക്കട്ടെ. താങ്ക് യു ജീസസ്. ഹോളി സ്പിരിറ്റ് ഗോഡിനോട് നന്ദി പറയുന്നു കർത്താവെ. അങ്ങയുടെ മകനായിട്ട് നന്ദി പറയുന്നു പിതാവേ. അങ്ങയുടെ മകനായിട്ട് നന്ദി പറയുന്നു കർത്താവെ. യേശു, അങ്ങയുടെ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങളോട് സംസാരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തെ പാകപ്പെടുത്തണമെന്ന് അപേക്ഷിക്കട്ടെ. ഇന്ന് ഞങ്ങളോട് സംസാരിക്കണമേ കർത്താവെ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ആൾക്കാരോട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരോടും സംസാരിക്കുന്ന അപേക്ഷിക്കുന്നു. യേശു നാമത്തിൽ ആമേൻ. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലേക്ക് പോകാം. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിന്റെ 17ാമത്തെ ചാപ്റ്ററിന്റെ 11 തൊട്ട് 19 വരെയുള്ള വാക്കുകൾ പെട്ടെന്നൊന്ന് വായിക്കും. അതിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ലൂക്കോസിന്റെ 17ന്റെ 11 തൊട്ട് 19 വരെയുള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അവൻ യെരുശലേമിലേക്ക് യാത്ര ചെയ്യുകയിൽ ശമര്യയ്ക്കും ഗലീലയ്ക്കും നടുവിൽ കൂടി കടക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെല്ലുന്നേരം കുഷ്ഠരോഗികളായ 10 പുരുഷന്മാർ അവന് എതിരെ പെട്ടു. അകലെ നിന്നുകൊണ്ട് യേശു, നായക, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ അവരെ കണ്ടിട്ട്, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പിൻ എന്ന് പറഞ്ഞു. പോകയിൽ തന്നെ അവർ ശുദ്ധരായിത്തീർന്നു. അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്നു അവന്റെ കാൽക്കൽ കവിണ്ണു വീണു അവന് നന്ദി പറഞ്ഞു. അവനോ ശമര്യക്കാരൻ ആയിരുന്നു. 10 പേർ ശുദ്ധരായി തീർന്നില്ലയോ? 9 പേർ എവിടെ? ഈ അന്യജാതിക്കാരനല്ലായ ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലയോ എന്ന് യേശു പറഞ്ഞിട്ട് അവനോട്, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. നമ്മളുടെ വിശ്വാസം നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള വിശ്വാസം ആയിരിക്കണം. അങ്ങനെയാകുമ്പോൾ നമ്മളുടെ വിശ്വാസം എന്നുള്ളത് നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ളതായിരിക്കണം. നമ്മളുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആവശ്യത്തിന് വേണ്ടി തന്നെയുള്ള ഒരു വിശ്വാസം ആയിരിക്കരുത്. അപ്പൊ ഇവിടെ 10 പേരെ പറ്റി ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിൽ നടന്ന കാര്യമാണ്. ഇത് വെറുതെ യേശു ക്രിസ്തു ഒരു പാരബിൾ പോലെ പറഞ്ഞ കാര്യമല്ല ഇത് അല്ലെ. പാരബിൾ ഒന്നും തന്നെ വെറുതെ അല്ല, അങ്ങനെ പറഞ്ഞതിന് ശ്രമിക്കണം. പക്ഷെ ഇത് ശരിക്കും നടന്ന കാര്യമാണ്. ഇത് ഇന്ന് നടക്കുന്ന കാര്യമാണ് അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വിചാരിച്ചു നോക്കൂ. 10 പേരിൽ ഒരാൾ മാത്രമേ ദൈവത്തിലേക്ക് വന്നുള്ളൂ, ബാക്കിയുള്ളവര് ദൈവത്തിലേക്ക് വന്നില്ല. അപ്പൊ ഇവിടെ യെരുശലേമിലേക്ക് യേശു യാത്ര ചെയ്യുമ്പോൾ ശമര്യയ്ക്കും ഗലീലയ്ക്കും നടുവിൽ കൂടി കടക്കുമ്പോൾ, അപ്പൊ ശമര്യയ്ക്കും ഗലീലയ്ക്കും നടുവിൽ കൂടെ കടന്നു പോകുന്ന ഒരു ഗ്രാമത്തിൽ യേശു എത്തിയപ്പോൾ അല്ലെ. ഇപ്പൊ ഗലീലിയെ പറ്റി നമുക്കറിയാം. ഗലീലി ഓഫ് ദ ജെന്റൈൽസ് എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് അല്ലെ. ജാതികളുടെ ഗലീലി എന്നാണ് ഐസയ 9 നമ്മൾ വായിക്കുന്ന
ഒന്നാമത്തെ വാക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വായിക്കുമ്പോൾ കാണാൻ പറ്റും. ജാതികളുടെ ഗലീലി എന്നാ പറഞ്ഞിരിക്കുന്നത്. ശമരിയെ പറ്റി നമുക്കറിയാം. ഇസ്രായേലിന്റെ ക്യാപിറ്റൽ ആയിരുന്നു. ഇസ്രായേല് ഡേവിഡിന്റെ സമയത്തുണ്ടായിരുന്ന ഇസ്രായേൽ രണ്ടായിട്ട് പകുക്കുകയും 2 ട്രൈബ് കൂടി ജൂഡയാകും, 10 ട്രൈബ് കൂടി ഇസ്രായേൽ ആയെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ ശമരിയായിരുന്നു അതിന്റെ ക്യാപിറ്റൽ. ശമരി എന്ന് പറയുമ്പോൾ ജാതികൾ കൂടി ഉണ്ടായിരുന്ന ഒരു ഏരിയ. അപ്പൊ ശമരിയക്കാരെ പറ്റി ജൂതന്മാർക്ക് വലിയ മതിപ്പൊന്നുമില്ല. കാരണം ശമരിയക്കാര് അവര് പ്യുവർ ആയിട്ടുള്ള എന്താ പറയുക, കറകളഞ്ഞ ജൂതന്മാരല്ല എന്നുള്ളൊരു വിചാരം അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പോ ശമരിയക്കാര് എന്താ പറയാ സേറിയന്മാരുമായിട്ടും എല്ലാം കൂടിച്ചേർന്ന് ഒരു സങ്കരവർഗം പോലെ ആയിരുന്നു അവിടുത്തെ ജൂതന്മാരെന്ന് പറയുമ്പോൾ. അപ്പൊ ശമരിയക്കാരെ പറ്റി ജൂതന്മാർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പൊ ശമരിയ എന്ന് പറയുമ്പോൾ സാധാരണ ദൈവം ഈ ബൈബിളിൽ ശമരിയ എന്ന് പറയുമ്പോൾ അത് ഈ ജാതികളെ പറ്റി കാണിക്കുന്നതിന് വേണ്ടി അല്ലെ. അപ്പൊ ജാതികളും കൂടി ഉള്ളത് ഏരിയ എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ശമരിയക്കും ഗലീലിക്കും നടുവിൽ കൂടെ കടന്നു പോകുമ്പോൾ എന്ന് പറയുമ്പോൾ ആ ഏരിയ ഒരു എന്താ പറയുക ജാതികളുടെ ഒരു ഏരിയ എന്ന് വിചാരിക്കുക. കംപ്ലീറ്റ് ജൂതന്മാരുടെ അല്ല. പക്ഷെ എന്നാൽ നമുക്ക് ഗലീലിയിൽ നമ്മുടെ യേശു ഒക്കെ വർക്ക് ചെയ്യുന്നു. യേശു ഉണ്ടായിരുന്നു. പീറ്ററും ജെയിംസും ജോണും ഒക്കെ ഉണ്ടായിരുന്ന ഏരിയയാണ്. അപ്പൊ അവിടെ ഗലീലിയും ജൂതന്മാരുണ്ട്. പക്ഷെ അതൊരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉള്ള ഒരു ഏരിയ അല്ലെ. അപ്പൊ ഇതും അതുപോലെ തന്നെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഉള്ള ഒരു ഏരിയ. അതിലേക്കൂടെയാണ് യേശു കടന്നു പോകുന്നത്. അപ്പൊ അവിടെ ഗ്രാമത്തിൽ കൂടെ ചെല്ലുമ്പോൾ കുഷ്ഠരോഗികളെ 10 പുരുഷന്മാരെ കാണുന്നു. അകലെ നിന്നുകൊണ്ട് യേശുവെ നായെ ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് ഉറക്കെ പറഞ്ഞു. അപ്പൊ ഈ 10 പേരുടെയും പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 പേർക്കും ദൈവത്തിൽ യേശുവിൽ വിശ്വാസമുണ്ട് അല്ലെ. യേശു അന്ന് ദൈവമാണെന്നുള്ള കാര്യം അറിയത്തില്ല എങ്കിൽ പോലും മെസ്സയ എന്നുള്ള കാര്യം അറിയാമായിരുന്നു. സൈമൺ ആണെങ്കിലും അല്ലെ, അന്നയ്ക്കാണെങ്കിലും ഒക്കെ മെസ്സയ ആണ്, ദൈവത്തിന്റെ സാൽവേഷൻ ആണ് യേശു എന്നുള്ള കാര്യം അറിയാമായിരുന്നു അല്ലെ. നിക്കോഡിമസ് ആണെങ്കിലും നൈറ്റിൽ വരുന്നുണ്ട്, രാത്രിയിൽ വരുന്നുണ്ട് യേശുവിനെ കാണാൻ വേണ്ടി. ഒന്നെങ്കിൽ പ്രോഫറ്റ് അല്ലെങ്കിൽ മെസ്സയ പ്രോഫറ്റ് ആണെന്നാണ് മിക്ക ആൾക്കാരും വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ മെസ്സയ എന്നുള്ള കാര്യം കുറച്ചു പേർക്കെങ്കിലും അറിയാമായിരുന്നു. ക്രൈസ്റ്റ് ആണെന്നുള്ള കാര്യം പീറ്ററിനും ഒക്കെ അറിയാമായിരുന്നു. അങ്ങനെ അപ്പൊ ദൈവം വെളിപ്പെടുത്തി കൊടുത്തിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന് യേശുവിന് ഹീലിങ്ങിനായിട്ടുള്ള ഒരു പവർ ഉണ്ടെന്നുള്ള കാര്യം ഇവർക്കറിയാം അല്ലെ. ദൈവത്തിൽ നിന്നുള്ള ആളാണ്, ദൈവം വിട്ടിരിക്കുന്ന ആളാണെന്നുള്ള കാര്യം ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. ദൈവമാണെന്ന് ഒരു പക്ഷെ അറിയണമെന്നില്ല. പക്ഷെ എന്നാലും ദൈവത്തിൽ നിന്നാണ് ദൈവത്തിൽ നിന്നുള്ള ആളാണെന്ന് അറിയാം. ആ ഒരു വിശ്വാസമുണ്ട്. ആ ഒരു വിശ്വാസം ഉള്ളവരാണ് ഇവർ അല്ലെ. പരീശന്മാരെ ശാസ്ത്രന്മാരെ എടുത്ത് നോക്കുമ്പോൾ റിലീജിയസ് ആയിട്ടുള്ള ലീഡർമാരെ എടുത്ത് നോക്കി അവിടുത്തെ ടീച്ചർമാർ, ഇസ്രായേലിലുള്ള ടീച്ചർമാരെയൊക്കെ എടുത്ത് ജെറുസലേമിലെ ജൂഡയിലുള്ള ടീച്ചർമാരെ എടുത്ത് നോക്കുമ്പോൾ യേശു ദൈവത്തിൽ നിന്നുള്ള ആളാണെന്ന് അവർക്ക് അംഗീകരിക്കാൻ സാധിക്കത്തില്ലായിരുന്നു അല്ലെ. അവർക്ക് ദേഷ്യമായിരുന്നു, വെറുപ്പായിരുന്നു യേശുവിനോട് അല്ലെ. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്ന ഒരു സമയമാണ് അത്. പക്ഷെ ഇവിടെ ഈ 10 പേർക്ക്, ഈ കുഷ്ഠരോഗികളായിരുന്ന 10 പേർക്ക് യേശു ദൈവത്തിൽ നിന്നുള്ള ആളാണെന്ന് ഉള്ള പൂർണ്ണ വിശ്വാസമുണ്ട്. യേശുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു ചുരുക്കം അല്ലെ. യേശുവിൽ വിശ്വാസം ഇല്ലാത്തവരായിരുന്നില്ല, പരീശന്മാരെ പോലെ ആയിരുന്നില്ല, യേശുവിൽ വിശ്വാസമുള്ള ആൾക്കാരായിരുന്നു അല്ലെ. അപ്പൊ നമ്മൾക്കറിയാം നമ്മളിൽ എല്ലാവരും തന്നെ ദൈവത്തിൽ വിശ്വാസമുള്ളവരാണ്. പക്ഷെ എത്രമാത്രം, ഏതാണ് നമ്മളുടെ ആ വിശ്വാസത്തിന്റെ സ്റ്റാറ്റസ്, എന്താണ് അതിന്റെ സ്റ്റേറ്റ്, സ്റ്റാറ്റസ് അല്ല, എന്താണ് അതിന്റെ സ്റ്റേറ്റ് എന്നുള്ളതാണ് ഇവിടുത്തെ കുറിച്ച് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോ 13ാമത്തെ വാക്ക് പറഞ്ഞ അകലെ നിന്നുകൊണ്ട് യേശുവെ നായക അല്ലെ, മാസ്റ്റർ എന്നാണ്. NKJV ഒക്കെ എടുത്ത് വായിക്കുമ്പോൾ നമ്മൾ അവത്തിൽ എഴുതി വെച്ചിരിക്കുന്ന മാസ്റ്റർ, യേശുവെ മാസ്റ്റർ എന്നാണ് വിളിച്ചിരിക്കുന്നത് അല്ലെ. ലോർഡ് എന്ന് വിളിക്കുന്ന പോലെ, യജമാനനെ എന്ന് വിളിക്കുക. ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്നുറക്കെ പറഞ്ഞു. അവൻ അവരെ കണ്ടിട്ട് നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പിൻ എന്ന് പറഞ്ഞു. അപ്പൊ പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിക്കാൻ എന്ന് പറയുമ്പോൾ ന്യായപ്രമാണത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമല്ല. കുഷ്ഠരോഗികള് അവര് സുഖപ്പെട്ടോ എന്നറിയണമെങ്കിൽ അവിടെ അന്നത്തെ പുരോഹിതന്മാരെ കൊണ്ട് അല്ലെ, ടെമ്പിളിലെ പുരോഹിതന്മാരെ കൊണ്ട് കാണിക്കണം. അപ്പൊ അവര് എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം സുഖപ്പെട്ടു എന്ന് പറയുമ്പോഴാണ് അവർക്ക് പിന്നെ ക്യാമ്പിലേക്ക് വരാൻ പറ്റുന്നത് അല്ലെ. അപ്പൊ സൊസൈറ്റിയിലേക്ക് പിന്നെ കയറാൻ പറ്റുന്നത്. അപ്പൊ അതുപോലെ ഇവിടെ യേശു ഇവരോട് പറയുക എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങള് ചെന്ന് കാണിക്കുക അല്ലെ, പുരോഹിതന്മാരെ കാണിക്കുക. ഒരുപക്ഷെ ഇവര് ഈ ഏരിയയിൽ തന്നെ താമസിച്ചിരുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഈ 10 പേരിൽ ഒരാൾ സമരക്കാരനുണ്ട്, ബാക്കിയുള്ളവർ ഒരുപക്ഷെ ജെറുസലേമിൽ അവിടെ എവിടെയെങ്കിലും ആയിരുന്നായിരിക്കും. അവരിപ്പോ കുഷ്ഠരോഗം കാരണം ഈ ഗലീലിന്റെയും ശമര്യന്റെ ഇടയ്ക്കോട്ടുള്ള ഏരിയയിൽ അല്ലെ, ആ ഗ്രാമത്തിൽ വന്നതായിരിക്കും. നമുക്കറിയത്തില്ല അവർ എവിടെയുള്ള ആൾക്കാരെന്ന് അറിയത്തില്ല. പക്ഷെ ഇവര് യേശുവിനെ പറ്റി അറിയാവുന്നവരാണ് അല്ലെ. യേശുവിൽ കുറേയധികം
വളരെയധികം കുറച്ച് വിശ്വാസം ഉള്ളവർ വ്യക്തികൾ ആയിരുന്നു അല്ലെ. അപ്പൊ അവർ 14-ാമത്തെ വാക്ക്, അവൻ അവരെ കണ്ടിട്ട് നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പിൻ എന്ന് പറഞ്ഞു പോകെ തന്നെ അവർ ശുദ്ധരാക്കി അല്ലെ. അവര് പറയുമ്പോ അപ്പൊ ഒന്ന് വിചാരിച്ചു വെക്കുക, അവർക്ക് യേശുവിന് തങ്ങളെ ടച്ച് ചെയ്യാനും ഹീൽ ചെയ്യാനും പറ്റും എന്ന്, തങ്ങളെ സുഖപ്പെടുത്താൻ പറ്റും, കുഷ്ഠരോഗികളെ സുഖപ്പെടുത്താൻ കഴിവുള്ളവനാണ് യേശു എന്നും കുഷ്ഠരോഗികളെ സുഖപ്പെടുത്താൻ മനസ്സുള്ളവനാണ് യേശു എന്നുള്ള കാര്യം അറിയാം. അതോടൊപ്പം തന്നെ യേശു അവരോട് നിങ്ങൾ പോയി എന്താ പറയുക പുരോഹിതന്മാരെ കാണിക്കൂ എന്ന് പറയുമ്പോ, പുരോഹിതനെ കാണിക്കൂ നിങ്ങളുടെ ഈ അസുഖം എന്ന് പറഞ്ഞ് വിടുമ്പോ, നിങ്ങൾ പോയി കാണിക്കൂ എന്ന് പറഞ്ഞ് വിടുമ്പോ അതനുസരിക്കാനുള്ള ഒരു മനസ്സ് ഇവർക്കുണ്ട് അല്ലെ. അപ്പൊ ഒട്ടും തന്നെ മനസ്സില്ലാത്തവരില്ല, വിശ്വാസമില്ലാത്ത ഇവർക്ക് ഇതിനുള്ള മനസ്സുള്ള വ്യക്തികളാണ്. പക്ഷേ ഇനി 15-ാമത്തെ വാക്ക് പറയുമ്പോ അവരിൽ ഒരുത്തൻ അപ്പൊ അവര് പോയപ്പോൾ ആ പോകുന്ന വഴിക്ക് അവര് ദൈവം യേശു പറഞ്ഞ അനുസരിച്ചുകൊണ്ട് അവര് പോയപ്പോ അവര് ശുദ്ധമാക്കപ്പെട്ടു. അവര് കുഷ്ഠരോഗം ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് മാറ്റപ്പെട്ടു അല്ലെ. അതാണല്ലോ നമ്മുടെ ദൈവം ചെയ്യുന്നത്. തന്റെ അടുത്തേക്ക് വരുന്ന ഒരാളെ പോലും എന്താ പറയണേ ഒന്ന് ടച്ച് ചെയ്യാതെ, അവരെ ഹീൽ ചെയ്യാതെ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി ഒരിക്കൽ നമ്മുടെ ദൈവം പറഞ്ഞു വിടാറില്ല അല്ലെ. ഇപ്പൊ ഇവരെയും ഈ കുഷ്ഠരോഗങ്ങളും ശുദ്ധമാക്കി വിടുന്നു. 15-ാമത്തെ വാക്ക്, അവൾ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ആ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് അവന്റെ കാൽക്കൽ വീണു അവന് നന്ദി പറഞ്ഞു. അവനോ ശമര്യക്കാരൻ ആയിരുന്നു. 10 പേർ ശുദ്ധമായി തീർന്നല്ലോ, 9 പേർ എവിടെ എന്ന് യേശു ചോദിക്കും. അപ്പൊ അവരിൽ ഒരുത്തൻ തിരിച്ചു, താൻ ശുദ്ധമാക്കി കണ്ടപ്പോ തിരിച്ചു വരാനുള്ള ഒരു മനസ്സ് കാണിക്കും അല്ലെ. അപ്പോ ഇവിടെ ഒന്ന് വിചാരിച്ചു, ഇതാണ് എനിക്കിന്ന് പറയാനുള്ളത്. ഇവർക്ക് 10 പേർക്കും വിശ്വാസമുണ്ട്, 10 പേർക്കും വിശ്വാസമുള്ളവരാണ്, 10 പേർക്കും അറിയാവുന്ന കാര്യമാണ് യേശുവിന് സുഖപ്പെടുത്താനുള്ള സുഖപ്പെടുത്തുന്നവനാണെന്നുള്ള കാര്യം അറിയാം അല്ലെ. അവർക്ക് യേശുവില് ഒരു എമൗണ്ട് ഓഫ് വിശ്വാസമുണ്ട്. അപ്പൊ യേശു പറഞ്ഞ ഉടനെ പോയി എന്താ പറയാ പുരോഹിതന്മാരെ കാണാൻ അല്ലെ, പുരോഹിതനെ കാണിക്കാൻ വേണ്ടി പോകാനുള്ള അത്രയ്ക്കുള്ള അനുസരണമുണ്ട്, വിശ്വാസമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അവത്തിൽ ഒരാളുടെ വിശ്വാസം മാത്രമേ ഉള്ളൂ കറക്റ്റ് ആയിട്ടുള്ള വിശ്വാസം ഉണ്ടായിരുന്നുള്ളൂ അല്ലെ. ഞാൻ എന്താ പറയാൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 10 പേരുടെ വിശ്വാസം നോക്കുമ്പോൾ ഒരാളുടെ വിശ്വാസം മാത്രം അല്ലെ, ദൈവത്തിലുള്ള വിശ്വാസം, ഉറച്ചുള്ള ആ വിശ്വാസം, അത് മാത്രമേ ഉള്ളൂ, ആ ഒരാളുടെ വിശ്വാസം മാത്രമേ ഉള്ളൂ അയാളെ കൊണ്ട് ദൈവത്തിന് നന്ദി പറയിപ്പിക്കാൻ ഇടവരുത്തിയുള്ളൂ. ആ ഒരു വിശ്വാസമുള്ള ആൾക്ക് മാത്രമേ തിരിച്ച് ദൈവത്തിലേക്ക് വരണമെന്ന് തോന്നിയുള്ളൂ അല്ലെ. ആ വിശ്വാസത്തിനെ പറ്റിയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു വിശ്വാസം അയാൾക്ക്, ആ 10 പേരിൽ ഒരാൾക്കുണ്ടായിരുന്ന വിശ്വാസം അയാളെ രക്ഷിച്ചിരിക്കുന്നത് അയാളുടെ ശരീരത്തെ സുഖപ്പെടുത്തി. വാസ്തവം അല്ലെ, ഇംഗ്ലീഷ് ബൈബിൾ പറഞ്ഞിരിക്കുന്ന അയാളെ മേഡ് യു വെൽ എന്ന ദൈവം പറഞ്ഞിരിക്കുന്നത്, നിന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിന്നെ ഹോളാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുക. അങ്ങനെയാവുമ്പോ അയാളെ സുഖപ്പെടുത്താൻ വേണ്ടി, അയാളുടെ ശരീരത്തിന് തന്നെയല്ല, അയാളുടെ ആത്മാവിനെ സുഖപ്പെടുത്താൻ അല്ലെ, അയാളുടെ ആത്മാവിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഉള്ളൊരു വിശ്വാസം ഇയാൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ. യേശു ആരെന്ന് അറിയാൻ മറ്റുള്ളവർക്ക്, 9 പേർക്കും അറിയാമായിരുന്നു. യേശുവിനെ അനുസരിക്കാൻ മാത്രമുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. യേശു സുഖപ്പെടുത്തുന്നുള്ള വിശ്വാസമുണ്ടെന്ന് അവർക്ക് അറിയാമായിരുന്നു അല്ലെ. അപ്പൊ തങ്ങളുടെ കാര്യം നേടിയെടുക്കാനുള്ള വിശ്വാസം അവർക്കുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരൊറ്റ ആൾക്ക് മാത്രമേ ഉള്ളൂ ദൈവത്തിലേക്ക് തിരിച്ചു വരാനും, ദൈവത്തെ നിന്നോട് നന്ദി പറയാനും അല്ലെ, യേശുവിന് നന്ദി പറയാനും, യേശുവിന്റെ മുമ്പില് മുട്ടുകുത്തിയാനും അതിനുള്ള ഒരു വിശ്വാസം ഈ വ്യക്തിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ. അപ്പൊ നമ്മൾ എന്ത് കാണുമ്പോൾ, ചർച്ചിലൊക്കെ ആണെങ്കിലും കാണുമ്പോൾ, നമ്മളുടെ വിശ്വാസങ്ങളുടെ ഇടയ്ക്ക് കാണുന്ന ഒരു വിശ്വാസത്തിന്റെ ഒരു റിഫ്ലക്ഷൻ ഇവിടെ കാണിച്ചിരിക്കുന്നു അല്ലെ. ഇങ്ങനെ തന്നെയുള്ള ഒരു വിശ്വാസത്തിൽ കൂടെയല്ല പലരും കടന്നു പോകുന്നു. നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു വിശ്വാസം അല്ലെ. അപ്പൊ നേരത്തെ പറഞ്ഞ എബ്രായ ലേഖനത്തിന്റെ 11-ാമത്തെ ചാപ്റ്ററിൽ എഴുതിയിരിക്കുന്ന വിശ്വാസം എന്നുള്ളത് കാണാത്തതിന്റെ അല്ലെ നിശ്ചയമാണെങ്കിൽ, എന്താ പറയുക, കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാണെങ്കിൽ, ആശിക്കുന്നതിന്റെ ഉറപ്പാണെങ്കിൽ, ആശിക്കുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു വിശ്വാസം മാത്രം മതിയോ നമുക്ക് അല്ലെ. അതില് അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്ന എത്രയോ പേരെ നമുക്ക് അറിയാൻ പറ്റും അല്ലെ. പലപ്പോഴും നമ്മളും തന്നെ അങ്ങനെയൊക്കെ തന്നെ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തികളല്ലേ അല്ലെ. നമ്മൾക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ദൈവത്തിലേക്ക് പോകുക എന്നുള്ള, ആവശ്യം കഴിഞ്ഞു കഴിയുമ്പോൾ ദൈവത്തെ മറന്നു പോകുന്ന ഒരു രീതി. അപ്പൊ അത് ചോദിക്കും, ഇല്ല ഞങ്ങൾ അങ്ങനെ ദൈവത്തെ മറന്നിട്ടൊന്നുമില്ല. ദൈവത്തെ സ്നേഹിക്കാൻ നമുക്ക് കുറവ് വന്നിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ വഴി കൂടെ നടക്കാൻ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ, ദൈവത്തിനോട് എപ്പോഴെങ്കിലും നമുക്ക് നോ പറയാൻ
എന്താ പറയണേ, സാധിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നോ പറയാൻ ഒരു ശക്തി നമ്മുടെ ഉള്ളിൽ ഉണ്ടായെങ്കിൽ അവിടെ നമ്മൾ ദൈവത്തെ മറന്നു പോയിട്ടുണ്ട് എന്ന് കാണിക്കുന്നത്, അല്ലെ? അപ്പോ നമ്മളുടെ കാര്യനേട്ടത്തിന് മാത്രമായിട്ടുള്ളൊരു വിശ്വാസം, അത് വിശ്വാസം അല്ലല്ലോ, ശരിക്കുമുള്ള വിശ്വാസമല്ലല്ലോ. ഇവർക്കുണ്ടായിരുന്ന വിശ്വാസം അത് ഈ ലോകത്തിന്റെ കാര്യം നേടുന്നതിന് വേണ്ടി, അവരുടെ സുഖത്തിന് വേണ്ടി മാത്രമുള്ള ഒരു വിശ്വാസമായിരുന്നു. പക്ഷെ ആ ഒരാള്, പത്താമത്തെ ആൾക്ക്, അല്ലെ, ആ 10 പേരിൽ ഒരാൾക്ക്, അയാൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നത് ദൈവത്തിന്റെ ഹൃദയത്തോട് അടുപ്പിക്കുന്ന വിശ്വാസമായിരുന്നു, അല്ലെ? അങ്ങനെയുള്ള ഒരു വിശ്വാസമായിരിക്കണം. ദൈവത്തിന്റെ വഴി കൂടെ നടക്കാനുള്ള വിശ്വാസം. അയാളുടെ വിശ്വാസം അയാളെ ഒരു നല്ല മനുഷ്യനാക്കി മാറ്റി, അല്ലെ? അയാളുടെ വിശ്വാസം അയാളുടെ നല്ലെന്ന് പറയുമ്പോ യേശുവിന്റെ രക്തം കൊണ്ട് വാഷ് ചെയ്താലേ ഒരു വ്യക്തി നല്ലതാകുന്നുള്ളൂ. പക്ഷെ അതിനെപ്പറ്റിയല്ല ഞാൻ പറയുന്നത്. നല്ലതെന്ന് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവത്തിന് നന്ദി കൊടുക്കാൻ മനസ്സുള്ള ഒരു വ്യക്തിയാക്കി മാറ്റി, അല്ലെ? ദൈവത്തിലേക്ക് തിരിച്ചു വരാൻ ഒരു മനസ്സുള്ള ഒരു വ്യക്തിയാക്കി. അങ്ങനെയാകട്ടെ നമ്മുടെ വിശ്വാസം, അല്ലെ? ദൈവത്തിലേക്ക് തിരിച്ചു വരാൻ, ദൈവത്തിലേക്ക് ആയിരിക്കും നമ്മുടെ കണ്ണുകൾ ഫിക്സ് ചെയ്യാനുള്ള ഒരു വിശ്വാസം ആയിരിക്കട്ടെ. ഈ ലോകത്തിൽ നമുക്ക് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ പോകാതിരിക്കട്ടെ. ദൈവം തരും, തരാതിരിക്കത്തില്ല, അല്ലെ? ഈ 10 പേരെയും ദൈവം സുഖപ്പെടുത്തി, അല്ലെ? യേശുവിനെ ഒന്ന് ഓർത്തു നോക്ക്. യേശുവിന് ഇവര് ഇങ്ങനെ ആയിരിക്കുമെന്ന് അറിയാതിരിക്കുവാണ്. യേശുവിനെ നമുക്ക് ആർക്കും എന്താ പറയാ, സർപ്രൈസ് ചെയ്യാൻ സാധിക്കത്തില്ല. ദൈവത്തെ നമുക്ക് സർപ്രൈസ് ചെയ്യാൻ സാധിക്കത്തില്ല ഒരു കാരണവശാലും. എന്ന് വെച്ചു കഴിഞ്ഞാല് ദൈവത്തിന് എല്ലാ കാര്യവും അറിയാം. യേശുവിന് തന്റെ ശിഷ്യന്മാര് എന്താണ് മനസ്സിൽ വിചാരിക്കുന്ന കാര്യം പോലും അറിയാമായിരുന്നു. യേശു അതുപോലെ തന്നെ പറയുമായിരുന്നല്ലോ, അല്ലെ? അപ്പൊ ശിഷ്യന്മാർ തന്നെയല്ല എല്ലാവരും മനസ്സിൽ വിചാരിക്കുന്ന കാര്യം പോലും, എന്താണ് അവർ മനസ്സിൽ വിചാരിക്കുന്നത് എന്ന് ഉള്ള കാര്യം പോലും യേശുവിന് അറിയാമായിരുന്നു. യേശു ദൈവമാണല്ലോ, ദൈവത്തിന്റെ ഫുൾനെസ് ഉണ്ടായിരുന്നു. ഹോളി സ്പിരിറ്റ് ഗോഡും പിതാവും ഉണ്ടായിരുന്നു, അല്ലെ? ദൈവമാണ്, അല്ലെ? മനുഷ്യൻ രൂപത്തിലായിരുന്നെങ്കിൽ ഇൻസൈഡ് ദൈവം മനുഷ്യന്റെ രൂപത്തിലേക്ക് തന്നെ ചുരുക്കി നിർത്തിയിരിക്കുന്നു, അല്ലെ? അതാണ് യേശു എന്നുള്ളത്. ദൈവത്തിന്റെ ഇമേജ് ആണ്, അല്ലെ? യേശു മനുഷ്യന്റെ രൂപത്തിലായതുകൊണ്ട് ദൈവമല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, അല്ലെ? കാരണം വെച്ചാൽ ദൈവം തന്നെ ഹംബിൾ ചെയ്ത് തന്നെ ഒരു മനുഷ്യന്റെ രൂപത്തിലേക്ക് ലിമിറ്റ് ചെയ്ത് നിർത്തി എന്നേ ഉള്ളൂ, അല്ലെ? അത് ദൈവത്തിന്റെ ഗ്രേസ്, ദൈവത്തിന്റെ എന്താ പറയാ, ദൈവത്തിന്റെ എബിലിറ്റി, ദൈവത്തിന്റെ ഗ്ലോറി, അല്ലെ? തന്നെ ലിമിറ്റ് ചെയ്തെന്നുള്ളത്. ഒരിക്കലും ലിമിറ്റ് ഇല്ലാത്ത ദൈവത്തെ തന്നെ ലിമിറ്റ് ചെയ്തോളൂ. അത് ദൈവത്തിന്റെ മഹത്തായ ഒരു പ്രവർത്തി. നമുക്ക് അതെങ്ങനെയാന്നുള്ള കാര്യം അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം യേശു മനുഷ്യനായിട്ട് ലോകത്ത് ഉണ്ടായിരുന്ന ഒരാളാണെന്ന് ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്താ പലരാരും മോക്ക് ചെയ്യപ്പെട്ട അപഹാസ്യനായി തീർന്നു എന്ന് പറഞ്ഞു ദൈവമല്ലാതായി തീർന്നില്ല, അല്ലെ? പലർക്കും ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ യേശു ദൈവമല്ലെന്നു വരുത്തി തീർക്കാനുള്ള ഒരു തത്രപ്പാട് കാണുന്നത്. യേശു മനുഷ്യനല്ലെന്ന് എങ്ങനെയെങ്കിലും അവർക്കൊന്നൊന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി നടക്കുന്ന പല ആൾക്കാരും നമുക്കറിയാം. അപ്പൊ അത് കാരണം എന്താ വെച്ചാൽ അവർ ഉള്ളിൽ വസിക്കുന്നത് പിശാചിന്റെ ആത്മാവാണ്. അതുകൊണ്ട് ആന്റി ക്രൈസ്റ്റ് ആണ്, അല്ലെ? റിലീജിയസ് സ്പിരിറ്റ് ആണ് അവർ ഉള്ളിൽ വസിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് യേശു ദൈവമല്ലെന്ന് പറയാൻ ഒന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി പെടാപ്പാട് പെടുന്നത്. പക്ഷെ യേശു ദൈവമാണ്, അല്ലെ? നമുക്ക് എല്ലാവർക്കും സൃഷ്ടാവായ ദൈവമാണ് യേശു ക്രിസ്തു. അപ്പൊ ഞാൻ എന്താ പറയാൻ ഉദ്ദേശിച്ചത് വെച്ച് കഴിഞ്ഞാല് ഈ 10 പേരുടെയും മനസ്സിലുള്ള എന്താന്നുള്ള കാര്യം ദൈവത്തിന് യേശുവിനെ അറിയാലോ. ഈ 10 പേരുടെ സ്വഭാവം എന്താന്നുള്ള കാര്യം ദൈവത്തിന് കൃത്യമായിട്ടുള്ള അറിവുണ്ടായിരിക്കുമല്ലോ. ഈ 10 പേരെ എന്നിട്ടും കൂടെ സുഖപ്പെടും, അല്ലെ? അതാണ് ഞാൻ പറയാനുള്ളത്. ഇവരോട് 10 പേരോടും പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിച്ചു കൊടുക്കാമെന്ന് പറയുമ്പോ ഇവര് പോകുന്ന വഴിക്ക് 10 പേരെയും ദൈവം യേശുക്രിസ്തു സുഖപ്പെടുത്തി, ശുദ്ധമാക്കി, സുഖപ്പെടുത്തി. അപ്പൊ എന്ന് പറഞ്ഞാല് ഇവരില് 10 പേരിൽ ഒരാൾക്ക് മാത്രം യഥാർത്ഥത്തിലുള്ള വിശ്വാസമുള്ളെന്നുള്ള കാര്യം യേശുവിന് അറിയാം. യഥാർത്ഥത്തെ വിശ്വാസം ഇല്ലാത്ത ആൾക്കാരെയും ദൈവം സുഖപ്പെടുത്തി എന്ന് പറഞ്ഞാല് ദൈവം നമുക്ക് ഓരോ കാര്യം ചെയ്തു തരുമ്പോ അത് നമ്മൾ ദൈവത്തോടുള്ള യഥാർത്ഥ വിശ്വാസം കൊണ്ടായിരിക്കണമെന്നില്ല എന്ന് ചുരുക്കം, അല്ലെ? ദൈവത്തിന്റെ കരുണയിലാണ് ദൈവം കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മളുടെ വിശ്വാസത്തിന്റെ ആധിക്യം കാണുമ്പോൾ, നമ്മുടെ വിശ്വാസത്തിന്റെ ഗ്രേറ്റ്നെസ് കാണുമൊന്നും അല്ല ദൈവം നമുക്കൊരു കാര്യം ചെയ്തു തരുന്നത്, അല്ലെ? പക്ഷേ അവന്റെ കരുണ മനസ്സിലായി കഴിയുമ്പോൾ, അവന്റെ നന്മ മനസ്സിലായി കഴിയുമ്പോൾ അവനിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന വിശ്വാസമായിരിക്കട്ടെ നമ്മൾക്ക്, അല്ലെ? അല്ലാതെ നമ്മുടെ ഇപ്പോഴത്തിനുള്ള ആവശ്യത്തിന് മാത്രമുള്ള ഒരു വിശ്വാസം അങ്ങനെയാക്കാതിരിക്കട്ടെ, അല്ലെ? ഇത് കാണിക്കുന്ന ഈ 11 തൊട്ട് 19 ലൂക്കോസിന്റെ 17ന്റെ 11 തൊട്ട് 19 കാണിക്കുന്നത് ഈ 9 എന്താ പറയുക കുഷ്ഠരോഗികൾ, ദൈവത്തിനോട് നന്ദിയില്ലാത്ത 9 കുഷ്ഠരോഗികളെ കാണിക്കുന്നത് പല വിശ്വാസികളുടെ മനസ്ഥിതിയെ കാണിക്കുന്നത്. അപ്പൊ ദൈവം ഇതെല്ലാം
ബൈബിളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ദൈവം നമ്മൾക്ക് വേണ്ടി എഴുതിയിട്ടുണ്ടെങ്കിൽ, ഇങ്ങനൊരു അവസ്ഥ നമ്മൾക്കുണ്ടാകാതിരിക്കട്ടെ, ഇങ്ങനൊരു മൈൻഡ് സെറ്റപ്പിലാകാതിരിക്കട്ടെ നമ്മുടെ ജീവിതം എന്നാണ് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? ദൈവത്തിന് എന്താ പറയുക, ദൈവത്തിന് നമ്മളെ ആവശ്യമുണ്ട്. എന്തിനാ? അവന് സ്നേഹിക്കുന്നതിന് വേണ്ടി, അല്ലെ? ദൈവം സ്നേഹമാണ്. ദൈവത്തെ സ്നേഹിക്കാനേ അറിയത്തുള്ളൂ. നമ്മൾ എത്രമാത്രം മോശപ്പെട്ട കാര്യം ചെയ്താലും നമ്മുടെ നന്മ കണ്ടെത്താൻ മാത്രമേ നമ്മുടെ ദൈവത്തിന് പറ്റൂ. യേശു അങ്ങനെയാണ്. യേശുവിന്റെ കണ്ണുകൾ അങ്ങനെയാണ്. യേശുവിന്റെ ഹൃദയം അങ്ങനെയാണ്. നമ്മുടെ ഉള്ളിലെ നന്മകള് കണ്ടെത്താൻ മാത്രമേ സാധിക്കത്തുള്ളൂ. നമ്മുടെ ഉള്ളിൽ എങ്ങനെ നന്മ വരും? എങ്ങനെ നന്മ വന്നു? യേശു ഉള്ളത് കൊണ്ട്. ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ട്, നമ്മളെ ഹോളി സ്പിരിറ്റ് ഗോഡ് യേശുവിന്റെ വഴി കൂടെ നടത്താൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് മാത്രം നമുക്ക് നന്മയുള്ളൂ, അല്ലെ? എന്നും നന്മ മാത്രം കണ്ടെത്തിയത് ഒരു വ്യക്തിയാണ് യേശു ക്രിസ്തു. പീറ്റർ തന്നെ തള്ളിപ്പറയുന്നുള്ള കാര്യം യേശുവിന് അറിയാമായിരുന്നു. ജൂഡാസ് തന്നെ ഒറ്റിക്കൊടുക്കാൻ പോകുന്നുള്ള കാര്യം യേശുവിന് അറിയാമായിരുന്നു. എന്നിട്ട് അവരെ സ്നേഹിച്ച ദൈവം, അല്ലെ? അവസാനത്തോളം അവരെ സ്നേഹിച്ച ദൈവം, അല്ലെ? അതാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതാണ് നമ്മുടെ ദൈവത്തിന്റെ മനസ്സ്. അപ്പൊ നമ്മൾ ചോദിച്ചാൽ തരും, അല്ലെ? ഇവര് എന്താ പറയുക, യേശുവെ നായക എന്ന് വിളിച്ച് അപേക്ഷിച്ചപ്പോ, യേശുവെ മാസ്റ്റർ ഞങ്ങൾ സുഖപ്പെടുത്തുമെന്ന് അപേക്ഷിച്ചപ്പോ സുഖപ്പെടുത്തിയ പോലെ തന്നെ, അല്ലെ? നമ്മളെയും സുഖപ്പെടുത്തും. നമ്മൾക്കും ഫൈനാൻഷ്യലി നമ്മളെ ബ്ലെസ് ചെയ്യും, അല്ലെ? നമ്മൾക്കും ജോലി തരും, നമുക്ക് കാർ തരും, നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഠനത്തിന്റെ കാര്യം ഹെൽപ്പ് ചെയ്ത് തരും, നമുക്ക് ആവശ്യമുള്ള സകല കാര്യങ്ങളും ചെയ്തു തരും. പക്ഷേ നമ്മൾക്ക് അതിനുള്ള മാത്രം ഉള്ള വിശ്വാസം ആകാതിരിക്കട്ടെ. നമ്മുടെ കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു വിശ്വാസം ആകാതിരിക്കട്ടെ, അല്ലെ? നമ്മൾക്കുള്ള വിശ്വാസം നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന വിശ്വാസമായിരിക്കട്ടെ. ബ്ലൈൻഡ് ആയിട്ടുള്ള, അല്ലെ? കണ്ണ് കാണാൻ വയ്യാത്ത ആ ബാർട്ടിമസ് എന്നുള്ള ആള് യേശുവിനെ കണ്ടിട്ടില്ല, യേശുവിനെ പറ്റി പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, അല്ലെ? അപ്പൊ അദ്ദേഹത്തിനുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസം അദ്ദേഹത്തിനെ കൊണ്ട് യേശുവെ, ജീസസ് ദ സൺ ഓഫ് ഡേവിഡ് എന്ന് അലറി വിളിക്കാൻ മാത്രം ഉള്ള ഒരു മനസ്സുണ്ടാക്കിച്ചു, അല്ലെ? ആൾക്കാർ അവിടെ ചുറ്റും ഇരുന്ന ആൾക്കാരൊക്കെ പറഞ്ഞു, അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ പറഞ്ഞ് ശബ്ദം ഉണ്ടാക്കുന്നു പറഞ്ഞപ്പോ, അങ്ങനെയല്ല, ഞാൻ കരയാൻ പോവാ, എനിക്ക് അവന്റെ അറ്റൻഷൻ വേണം. അങ്ങനെ അറ്റൻഷൻ കിട്ടിക്കഴിഞ്ഞപ്പോ തന്നെ യേശു അവിടെ നിന്നുകൊണ്ട്, നിനക്ക് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് എന്ന് ചോദിക്കാൻ മാത്രമുള്ള ഒരു വിശ്വാസം ബാർട്ടിമസിനുണ്ടായിരുന്നു. ആ വിശ്വാസം അവിടെ കൊണ്ട് തീർന്നില്ല, അല്ലെ? ഈ 9 പേരെ പോലെ എന്താ പറയുക, ഈ കുഷ്ഠരോഗം സുഖപ്പെടുത്തി കൊടുത്ത ആ 9 മനുഷ്യരെ പോലെ ആയിരുന്നില്ല ബാർട്ടിമസിന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാർട്ടിമസ് യേശുവിനെ ഫോളോ ചെയ്തു എന്നാണ് നമുക്ക് ലൂക്കോസ് തന്നെ 18ാമത്തെ ചാപ്റ്ററിലേക്ക് വരും നമ്മൾ കാണുന്ന കാഴ്ച, അല്ലെ? യേശുവിനെ ഫോളോ ചെയ്തു, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് യേശുവിനെ ഫോളോ ചെയ്തു. അതായിരുന്നു ബാർട്ടിമസിന്റെ വിശ്വാസം. സഖേയസിന്റെ കാര്യം നമുക്കറിയാം, അല്ലെ? സഖേയസിന് യേശുവിനെ കാണാൻ സാധിക്കത്തില്ലായിരുന്നു. കാരണം പൊക്കക്കുറവ് കാണാൻ സാധിക്കത്തതുകൊണ്ട് സിക്മോർ ട്രീയുടെ പൊക്കത്തിൽ കയറി ഇരുന്നപ്പോ യേശു അയാളെ വിളിച്ചിറക്കി കഴിഞ്ഞപ്പോ, അല്ലെ? ആ ഒരു വിശ്വാസം, ദൈവത്തിലുണ്ടായിരുന്ന ആ വിശ്വാസം, യേശുവിലുണ്ടായിരുന്ന വിശ്വാസം, അത് റിയൽ ആയിട്ടുള്ള വിശ്വാസമാണ്. ആ റിയൽ ആയിട്ടുള്ള വിശ്വാസം കൊണ്ട് ഉള്ളത് കൊണ്ട് യേശു തീരുമാനം എടുത്തു, ഞാൻ ഇവന്റെ കൂടെ തന്നെ താമസിക്കാൻ പോവാണ്, അല്ലെ? അതിനുശേഷം നമുക്ക് കാണുന്ന കാഴ്ച എന്താ വെച്ചാൽ, സഖേയസ് തന്റെ ജീവൻ തന്നെ ദൈവത്തിന് കൊടുക്കുന്ന ഒരു വിശ്വാസമായിരുന്നു സഖേയസിന് ഉള്ളത്, അല്ലെ? അങ്ങനെ ഒരു വിശ്വാസമായിരിക്കട്ടെ. യേശുവിനെ കൊണ്ട് ഇങ്ങനെ ചോദിപ്പിക്കുന്ന തരത്തിലുള്ള വിശ്വാസമായിരിക്കാതിരിക്കട്ടെ. ഈ അന്യജാതിക്കാരനല്ലാതെ, ഈ ഫോറിനർക്കല്ലാതെ വേറെ ആർക്കുമില്ലേ, അല്ലെ? വേറെ ആർക്കും ദൈവത്തിന് കൊടുക്കാൻ മടങ്ങി വരാൻ വേറെ ആരെയും കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുന്ന രീതി ആകാതിരിക്കട്ടെ, അല്ലെ? എന്റെ മക്കൾക്ക് എന്നെ ഒന്ന് മഹത്വപ്പെടുത്താൻ സാധിക്കത്തില്ലേ, അല്ലെ? എന്റെ മക്കൾക്ക് എന്നിലേക്ക് മടങ്ങി വരാൻ സാധിക്കത്തില്ലേ, എന്റെ മക്കൾ എന്നെ ഒന്ന് കാണുന്നില്ലേ എന്ന് ചോദിക്കാനുള്ള ഒരു ഇടം നമ്മളായിട്ട് വരുത്താതെ ഇരിക്കട്ടെ, അല്ലെ? ദൈവത്തെ ഫോളോ ചെയ്യുന്ന ഒരു വിശ്വാസമായിരിക്കട്ടെ, അല്ലെ? അവൻ എവിടെ പോയാലും അവനെ ഫോളോ ചെയ്യുന്ന ഒരു വിശ്വാസമായിരിക്കട്ടെ, അല്ലെ? അവന്റെ കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിശ്വാസമായിരിക്കട്ടെ, അവന്റെ ഹൃദയത്തോട് നമ്മൾ അടുപ്പിക്കുന്ന ഒരു വിശ്വാസമായിരിക്കട്ടെ, അല്ലെ? നമ്മുടെ ജീവൻ കൊടുത്തും വേണമെങ്കിലും ദൈവത്തെ സ്നേഹിക്കാനുള്ള ഒരു വിശ്വാസം ആയിരിക്കട്ടെ, അല്ലെ? അങ്ങനെ ഒരു വിശ്വാസമായിരിക്കട്ടെ നമ്മുടെ വിശ്വാസം. ദൈവത്തിൽ നിന്ന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നേടിയെടുക്കാൻ തരത്തിലുള്ള വിശ്വാസമാകാതിരിക്കട്ടെ. അതാണ് ഞാൻ പറയുന്നത്, അല്ലെ? നമ്മുടെ വിശ്വാസം നമ്മളെ നന്മയുള്ളവരാക്കി തീർക്കട്ടെ, നന്ദിയുള്ളവരാക്കി തീർക്കട്ടെ. അതാണ് എനിക്കിന്ന് പറയാനുള്ളത്, അല്ലെ? നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ തന്നെ നോക്കണം. നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ നമ്മൾ തന്നെ ഒന്ന് കാണണം. അവിടെ കാര്യനേട്ടത്തിന് വേണ്ടിയുള്ള വിശ്വാസമാണോ, ദൈവത്തോടുള്ള സ്നേഹമാണോ, നമ്മൾ തന്നെ ഒന്ന് നോക്കണം. എന്നിട്ട് തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് ദൈവത്തിലേക്ക് തിരിച്ചു വരണം, അല്ലെ? മാറ്റാനുള്ള കാര്യങ്ങൾ മാറ്റണം, അല്ലെ? പുതുക്കാനുള്ള കാര്യങ്ങൾ പുതുക്കണം, അല്ലെ? അതാണ് എനിക്കിന്ന് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചു നിർത്താം. കർത്താവേ, സമയത്ത് നന്ദി പറയുന്നത് കർത്താവേ.
അങ്ങനെ പോലെ ഒരു ദൈവമില്ല. അങ്ങയുടെ സ്നേഹം പോലത്തെ ഒരു സ്നേഹവുമില്ല. കർത്താവേ, ഞങ്ങളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെയാണ് അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നത് കർത്താവ്. ലോർഡ് ഫാദർ ഗാഡ്. ഞങ്ങള് തിരിച്ചങ്ങയെ സ്നേഹിക്കുമെന്നോ, കർത്താവ് ഞങ്ങള് അങ്ങയോട് നന്ദിയുള്ളവരായിരിക്കുമോ എന്നൊന്നും വിചാരിക്കാതെ കർത്താവേ, ഓ ലോർഡ് ഫാദർ, ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുകയും ചെയ്യുന്നു. അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു സ്നേഹം അങ്ങയുടെ കർത്താവ്. നന്ദി പിതാവ്. കർത്താവ് എത്രമാത്രം പറഞ്ഞാലും, കർത്താവ് എത്രമാത്രം നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല കർത്താവേ. അതാണ് അങ്ങ്. എത്രമാത്രം സ്തോത്രം ചൊല്ലിയാലും കർത്താവ് മതിയാകത്തില്ല കർത്താവേ. അതാണ് അങ്ങയുടെ സ്നേഹം. താങ്ക് യു ജീസസ് മാസ്റ്റർ. താങ്ക് യു ലോർഡ് ഗോഡ് ഓൾമൈറ്റി. താങ്ക് യു ജീസസ് മാസ്റ്റർ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് നോക്കണമെന്ന് അപേക്ഷിക്കുന്നു. അവരുടെയും എന്റെയും ഹൃദയത്തിലേക്ക് നോക്കണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവ്. കുറ്റങ്ങളും തെറ്റുകളും വന്നു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവ്. അങ്ങയുടെ വഴി കൂടെ നടക്കാനും അങ്ങയെ ഞങ്ങളുടെ ജീവനേക്കാളും അധികമായിട്ട് സത്യന്ത്യപരമായിട്ട് സ്നേഹിക്കാനുമുള്ള കൃപ ഞങ്ങൾക്ക് തരണമെന്ന് അപേക്ഷിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എല്ലാവരും അനുഗ്രഹിക്കുന്ന അപേക്ഷിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ. നീ കേട്ട നന്ദി. ദൈവത്തിനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ.